നിങ്ങളിപ്പോൾ കണ്ടതാണ് ഹോട്ടൽ ഇമ്പീരിയൽ പ്രൈം. അതായത് ഈ ഭാഗത്ത് കണ്ടില്ലേ ഹോട്ടൽ ഇമ്പീരിയൽ പ്രൈം. ഇവിടെയാണ് ഈ ഭാഗത്ത് വലിയ റൂമുകൾ, അതന്നെ കുറച്ചുകൂടി ലക്ഷറി ആയിട്ടുള്ള റൂമുകളാണുള്ളത്. മറ്റൊരു ഭാഗത്ത് റെസ്റ്റോറൻറ്റ് ഇതാണ്. ഇതിലും റൂമുകളുണ്ട്. 3000 അവിടുന്ന് അങ്ങോട്ടുള്ള റേഞ്ചുള്ള റൂമുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിനുള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ദ ഇമ്പീരിയൽ പ്രൈം എന്ന് പറയുന്ന 4 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലാട്ടോ. രാജസ്ഥാനിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ്. നമ്മൾ നല്ല ഡോറ് തുറന്നതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഇതാണ് സിറ്റിംഗ് ഏരിയ വരുന്നത്. നല്ല സെറ്റപ്പിലാണ്, നല്ല അടിപൊളി കുഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ റിസപ്ഷൻ ഒരു ഹായ്, ഓക്കെ, താങ്ക് യു. ഇതാണ് റിസപ്ഷൻ ഏരിയ. പിന്നെ എല്ലാ ഹോട്ടൽസിലും കാണുന്ന പോലെ വിവിധ രാജ്യങ്ങളിലുള്ള ടൈം ക്ലോക്കുകൾ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് രാജസ്ഥാനിൽ വരികയാണെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഫെസിലിറ്റി ഉള്ള ഒരു സ്റ്റാർ ഫെസിലിറ്റി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ആ ഒരു സൈഡിൽ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു സിറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റൈലുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു ലക്ഷറി ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ രാജസ്ഥാനിലെ ഏറ്റവും നല്ലൊരു ഹോട്ടലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ലിഫ്റ്റിൽ പോയിട്ട് ഇവിടുത്തെ റൂമിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. 8000 ആണ്. പിന്നെ നല്ല ഹൈലി സ്പെസിഫിക്കേഷനുള്ള റൂമിലുള്ളത്. ഞാൻ ഇപ്പോൾ ലിഫ്റ്റിൽ കയറി. അപ്പോൾ ഈ ഹോട്ടലിൽ 2 ഫെസിലിറ്റിയുള്ള റൂംസ് ഉണ്ട് കേട്ടോ. അഥവാ ഞാനിപ്പോൾ ഉള്ളത് ഇതിൻ്റെ 2nd ഫ്ലോറിലാണ്. നമ്മളിപ്പോൾ കാണാൻ പോണ റൂം 3500 രൂപ വരുന്നതാണ്. വളരെ സുന്ദരമായിട്ട് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള റൂമായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പിന്നെ പുറം ഏരിയ തന്നെ കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. നല്ല ലക്ഷറി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും റൂമിൽ കയറാം. റൂമിൻ്റെ അകത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ലൈറ്റ് ഓക്കെ. നമ്മളെല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ റൂം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുക ബാത്റൂമാണല്ലോ. ഇവിടെ കണ്ടോ, ഇത് പുതിയ ഹോട്ടലാട്ടോ. ഏകദേശം ഈ നോമ്പ് കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാളിൻ്റെ ശേഷമാണ് ഈ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഭിൽവാഡ എന്ന് പറഞ്ഞ ജില്ലയിലാണ്. രാജസ്ഥാനിൽ വരുന്ന ആളുകൾക്ക് ഇവിടെ ലക്ഷറി ഇഷ്ടപ്പെടുന്ന സ്റ്റാർ ഫെസിലിറ്റി ഹോട്ടൽ തിരയുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സൗകര്യമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ നേരെ നമ്മൾ ബെഡ് കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ സ്റ്റാർ ഹോട്ടലിൽ എല്ലാവിധ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലൊക്കെ കാണുന്ന കോഫി മേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. അതുപോലെ തന്നെ നല്ല വുഡ് ആൻഡ് ഫിനിഷിൽ കാണിക്കുന്ന ഒരു കബോർഡ്, അതുപോലെ തന്നെ TV ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഡൈനിങ് സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ 1-2 പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ ഹോട്ടലിൽ ഈ റൂമിൽ അതിമനോഹരമായിട്ട് തോന്നിയൊരു സംഭവം ഇതിൻ്റെ ഔട്ട് വ്യൂ. അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും സെറ്റപ്പൊക്കെ. ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഞങ്ങൾ വന്ന സമയത്ത്. ഓപ്പൺ കട അപ്പോൾ ഉണ്ടോ, ടോപ്പിൽ വ്യൂ കാണുന്നത് വളരെ സുന്ദരമായിട്ടുള്ള അടിയിലുള്ള പൂള് ഏരിയയാണ്. ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് സോങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെയാണ് പുറത്ത്, അഥവാ റൂമിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ഇങ്ങനെയാണ്. ഇത് നേരെ ബെഡ് കാര്യങ്ങളുടെ ഫെസിലിറ്റിയും കാര്യങ്ങളും. ഇവിടെ നല്ലൊരു സൂപ്പർ റൗണ്ട് സിസ്റ്റത്തിലുള്ള ഒരു കുഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കേരളത്തിലെ പ്രശസ്തമായ ഒരുപാട് സ്റ്റാർ ഹോട്ടലിൽ കാണാവുന്നൊരു ഫെസിലിറ്റി തന്നെയാണ്. സെയിം ആയിട്ട് എനിക്കും തോന്നി. അപ്പോൾ കൊച്ചി മാരിയറ്റിൽ പോയാൽ കാണാൻ പറ്റിയ പോലെ തന്നെ ഹോളിഡേ ഇന്നിലൊക്കെ ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. ബെഡ് നല്ല ഫ്രഷ് സംഭവം. കാരണം ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബെഡാണ്, അഥവാ പുതിയ ഹോട്ടലാണ്. അതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും വൃത്തിയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ AC വിൻഡ്,
നല്ല കാണാൻ പിന്നെ ഭംഗിയുള്ള, അതുപോലെ തന്നെ താമസിക്കാനും യാതൊരു കുറവുണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത് 3500 രൂപ സ്റ്റാർട്ടിങ് വരുന്ന ആ എല്ലാ ഫെസിലിറ്റി അടങ്ങിയിട്ടുള്ള 3500 രൂപ വരുന്ന ഹോട്ടൽ റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് ഹയർ പിന്നെ സെറ്റപ്പുള്ള നല്ല എന്താ പറയുക ഹൈലി ലക്ഷറി സെറ്റപ്പുള്ള റൂം കാണാം. അതിന് ഏകദേശം 8000 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. ഇനി നേരെ അവിടേക്ക് പോവാം. ഓക്കെ, ലിഫ്റ്റ് ഇറങ്ങി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു ഫെസിലിറ്റി ഉള്ളത്. അഥവാ ഏകദേശം നമ്പർ കണ്ടാൽ മനസ്സിലാവും 2003 ആണ്. അപ്പോൾ ഇവിടെ ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര സെറ്റപ്പാട്ടോ. ആദ്യം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ, എന്നും പറയില്ല, നമ്മൾ ചെയ്യുമ്പോൾ റൂമിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ബാത്റൂം ഫെസിലിറ്റിയാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സേഫായിട്ട് വെക്കാവുന്ന ഒരു നല്ലൊരു അലമാരി പോലത്തെ ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സേഫ് ലോക്കർ ഉണ്ട് കേട്ടോ. അത് നമ്പർ സിസ്റ്റത്തിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ഒരു സ്റ്റാർ ഫെസിലിറ്റിയിൽ എല്ലാ ഹോട്ടൽസിലും നമ്മൾ കാണുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ഇത്. പിന്നെ രാജസ്ഥാനിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫുൾ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാത്ത് ടബ്, ഇതൊരു ഫെസിലിറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇത് നമ്മുടെ നാട്ടിലും സ്റ്റാർ ഫെസിലിറ്റിയിലെ എല്ലാ ഹോട്ടൽസിലും ഉണ്ട്. ഇതിലിപ്പോൾ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം നമ്മളിപ്പോൾ താമസിക്കാൻ വേണ്ടിയില്ല, ജസ്റ്റ് ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ബാത്ത് ടബ്, അതുപോലെ തന്നെ വാഷ് ബേസിൻ, ഇതുണ്ടോ, ഇതാട്ടോ സ്മാർട്ട് സെറ്റപ്പാണ്, ടച്ചാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പും കൂടി ഇവിടെ കാണാൻ വേണ്ടി പറ്റി. അതേപോലെ പിന്നെ നമ്മൾ കുളിക്കുന്ന ഭാഗം, അപ്പോൾ അവിടെ എന്താ ബാത്ത് ടബിൽ കടന്ന് കുളിച്ച് ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഫ്രഷായി അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റുന്ന സിസ്റ്റമാണ്. അതുപോലെ തന്നെ ബാത്റൂം, ഇതാണ് ബാത്റൂമിൻ്റെ ഫെസിലിറ്റി. ഇനി ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ കയറി വരുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ വാളിൽ തൂക്കിയ കുറച്ച് ചിത്രങ്ങൾ കാണാം കേട്ടോ, കുറച്ച് പെയിൻറ്റിങ് കാണാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു സെറ്റപ്പ് കോഫി മേക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കറക്റ്റായിട്ടൊരു പിന്നെ ഒരു സിംഗിൾ റൂമായിട്ടുള്ള ഒരു എന്താ പറയുക ചെറിയ മിനി അപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടാലും അറിയാം, ഇവിടെ ഒരു കുഷൻ കാര്യങ്ങളും അതുപോലെ തന്നെ സീറ്റും സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ കോഫി മേക്കിംഗ്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു റെഫ്രിജറേറ്റർ സിസ്റ്റം വന്നിട്ടുണ്ട്. നേരത്തെ അതേപോലെ കബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ TV, ഇതെല്ലാം നമുക്ക് അറിയാം നമ്മുടെ നാട്ടിലെ ഹോട്ടൽസിലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ അതിനേക്കാളൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് എനിക്ക് ഒരു സെറ്റിങ് കാര്യങ്ങളാണ്. ഇത് നമ്മുടെ നാട്ടിലുണ്ട്, ബട്ട് പറഞ്ഞല്ലോ രാജസ്ഥാനിലാണ് ഞങ്ങളുള്ളത്, നാട്ടിൽ കേരളത്തിലല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തു പറയുന്നത്. കാരണം ലക്ഷറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്റ്റാർ ഫെസിലിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കണ്ടോ, നല്ല ഫ്രഷ് ആൻഡ് നീറ്റാണ് ആൻഡ് ക്ലീനാണ്. കാരണം കൂടുതൽ സമയം ആയിട്ടില്ല, അഥവാ ഏകദേശം 2-3-4 മാസമേ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടായിട്ടുള്ളൂ. അതിൻ്റെ ഒരു നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റും. AC വിൻഡ്, അതുപോലെ തന്നെ ബെഡ് വളരെ സുന്ദരമായിട്ട് തന്നെ പുതിയ ഫ്രഷ് സാധനമാണ്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഔട്ട് വ്യൂ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഇവിടെയും ആ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ, അഥവാ ഒരു മിനി അപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പിലാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് TV ആണ്, നമുക്കറിയാം. പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പുറത്തുനിന്ന് വന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ളൊരു സ്പേസ് വളരെ സുന്ദരമായിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുകയും ചെയ്യാം. കുറച്ചൊക്കെ റിലാക്സേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് റൂമിൻ്റെ പുറത്തുനിന്ന് വന്ന് കാറ്റ് കൊള്ളാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അതുപോലെ തന്നെ വളരെ സുന്ദരമായിട്ടുള്ള ഔട്ട് വ്യൂ, പിന്നെ പൂള്, ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ കയ്യും കാലൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇരിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. ഇത് കാണുമ്പോൾ പിന്നെ ഇതിൽ കാണാൻ റൗണ്ട് കാണുന്ന ഒരു ചെറിയ പൂള് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ കയ്യും കാലൊക്കെ ഇട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ സിസ്റ്റത്തിൽ ഒരു എന്താ പറയുക, ചെറിയ തുകക്ക് വലിയ ഫെസിലിറ്റി തരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നല്ലൊരു ഔട്ട് വ്യൂ കേട്ടോ, വളരെ സുന്ദരമായിട്ട്. ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്രൗഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 8000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ തന്നെ നേരെ മുകളിൽ നമ്മൾ കണ്ടത് 3500 ആണ് സ്റ്റാർട്ടിങ്. ഓക്കെ, അപ്പോൾ സ്ഥലം മറക്കണ്ട, ഭിൽവാഡ ജില്ലയിൽ, രാജസ്ഥാനിലെ ഭിൽവാഡ ജില്ലയിലാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഹോട്ടൽ ഇമ്പീരിയൽ
ഇമ്പീരിയൽ പ്രൈം എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഓക്കെ, നിങ്ങളെന്തായാലും ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു വെക്കാം. ഇവിടെ നല്ല സുന്ദരമായിട്ടുള്ളൊരു വാൾ പെയിൻറ്റിങ് കാണാൻ പറ്റും കേട്ടോ. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഹോട്ടലിൻ്റെ റൂമും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഔട്ട് റെസ്റ്റോറൻറ്റ് കേട്ടോ, അഥവാ പൂൾ ഏരിയ ഒക്കെ വരുന്ന പൂളിൻ്റെ സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. അതേപോലെ തന്നെ അവിടേക്ക് പോകുന്ന സമയത്ത് തന്നെ കുറച്ച് വാട്ടർഫാൾസ് പോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും വെള്ളത്തിൻ്റെ കളികളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കാണാം. അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള കുറച്ച് ചെടികളും ചെറിയ ചെറിയ ട്രീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞത് ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികളും കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാൽ സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട് റെസ്റ്റോറൻ്റാണ് ഫ്രണ്ട് ഏരിയയിൽ കാണുന്നത്. അവിടെ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടുത്തെ ഡൈനിങ് അഥവാ സിറ്റിംഗ് ഫുഡിങ് സെറ്റപ്പൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മേലെ നിന്ന് നമ്മൾ റൂമിൻ്റെ വ്യൂ കണ്ടിരുന്നു, പൂൾ സൈഡ്. അതിൻ്റെ റിയൽ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള സംഭവം കേട്ടോ. ഇപ്പോൾ 2-3 ബോട്ടിൽസ് അതിൽ കിടക്കുന്നുണ്ട്, അത് ഇതിൽ കൂട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് അവരിട്ടതാണ്. അതെന്തായാലും കറക്റ്റ് സ്പോണ്ടേനിയസ് ആയിട്ട് ക്ലീൻ ചെയ്യാനോ ഫുൾ സെറ്റപ്പാണ്. അഥവാ വൃത്തികേട് എന്ന് തോന്നുന്ന ഒരു ഐറ്റവും ഇവിടെ ഇല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഫ്രഷ് ആൻഡ് ക്ലീൻ ആൻഡ് നീറ്റാണ്, കാരണം പുതിയത് തുടങ്ങിയതാണ്. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഹോട്ടലിൻ്റെ അകത്തുള്ള ഡൈനിങ്ങും കാര്യങ്ങളും റെസ്റ്റോറൻറ്റൊക്കെയാണ്. പുറത്തുനിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളൂ. ഞാൻ ക്യാമറ പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാത്തത്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചെയറും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രസംഗിക്കാനുള്ളൊരു പ്രസംഗ പീഠം ഇവിടെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ കോളേജുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ മലയാളികൾ വരുമ്പോൾ അതൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ എന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളും മീറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രസംഗ പീഠം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നിന്ന് പുറത്ത് വ്യൂ ഓഡിയൻസിനെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ബിസിനസ് മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അഭിസംബോധന ചെയ്യാൻ പറ്റിയുള്ള ചെറിയൊരു സ്റ്റേജ് പോലത്തെ ഒരു സെറ്റപ്പും കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഫെസിലിറ്റികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഭിൽവാഡ എന്ന് പറഞ്ഞ ജില്ലയിൽ, രാജസ്ഥാനിലെ ഭിൽവാഡ എന്ന് പറഞ്ഞ ജില്ലയിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോട്ടലിൻ്റെ മൊത്തത്തിൽ. ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമാണിത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റും. ഇത് രാത്രിയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ലൈറ്റിംഗ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു പാർട്ട് 2 അഥവാ ഇതിൻ്റെ നേരെ അപ്പുറത്ത് ഇതിൻ്റെ സെയിം പ്രോപ്പർട്ടി തന്നെയാണ്, ഇതിൻ്റെ ഓണേഴ്സ് തന്നെയാണ്, അതിൻ്റെയും ഓണേഴ്സ്. ഇതിൻ്റെ എല്ലാ സെറ്റപ്പും അതുപോലെ തന്നെ ഇതിലുള്ള മുഴുവൻ ഫെസിലിറ്റീസും തൊട്ടടുത്ത് നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചുരുങ്ങിയ ചിലവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർ ഫെസിലിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു റൂം 2 കാറ്റഗറി ആയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഇത്ര 3500, അതുപോലെ തന്നെ മറ്റേത് 8000. അപ്പോൾ ഇതൊക്കെയാണ് രാജസ്ഥാനിലെ ഭിൽവാഡ ജില്ലയിലുള്ള ഹോട്ടൽ ഇമ്പീരിയലിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇവരെ മൊത്തമായിട്ട് ഫാമിലികൾക്ക് ഉള്ളിലിരിക്കണം തോന്നുകയാണെങ്കിൽ അതുപോലെ ഇവിടെ ചെറിയൊരു കാഴ്ചയുണ്ട്. ഒരുപാട് പേര് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമുക്ക് നേരെ പുറത്തോട്ടൊക്കെ പോവാം. അതുപോലെ തന്നെ ഇവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം കൂടിയാണ് ഇത്. കിച്ചൺ സെറ്റ് കണ്ടില്ലേ, അതന്നെ നല്ല വൃത്തിയിലായിട്ടുണ്ട്. നല്ലൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം നമുക്ക് പറയാനൊന്നുമില്ല. അത്രയും നല്ലൊരു രീതിയിലാണ് ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പുറത്തുള്ളതെന്ന് പറഞ്ഞാൽ റൊട്ടി ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണിത്. ഔട്ട്സൈഡ്, അതായത് ലൈവ്
സാധനങ്ങൾ. ഇത് ഒരു സാധനങ്ങൾക്ക് അക്കില്ല, പെട്ടെന്നാണ് അപ്പം ചെയ്ത് കൊടുക്കണതാണ്. കണ്ടില്ല, ഇത് ഇവിടുത്തെ സ്റ്റാഫാണ്, പുള്ളിയാണ് ഇവിടുത്തെ റൊട്ടി അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ പൂളെത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ ബൈ.